ഹായ് ഹലോ എവരിബഡി, വെൽക്കം ടു നീതൂസ് ഇൻഡോ ഇറ്റാലിയൻ ഡിഷസ്. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ ഇറ്റാലിയൻ ഡിഷാണ് കാണിക്കുന്നത്. ഇതുകൊണ്ട് നല്ല കളർഫുൾ അല്ലേ കാണാൻ, നോക്കിയിട്ടേ. മറ്റൊന്നുമല്ല, മിനസ്ട്രോണെ എന്ന ഇറ്റാലിയൻ വെജിറ്റബിൾ സൂപ്പ്. അപ്പം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എളുപ്പം അത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: സാലറി വേണം 50 ഗ്രാംസ്, 3 പൊട്ടറ്റോ ഇങ്ങനെ സ്ക്വയറായിട്ട് അരിഞ്ഞത് വേണം, 2 ക്യാരറ്റ് അരിഞ്ഞത് വേണം, 1 ഉള്ളി അരിഞ്ഞത് വേണം, ഒരു കോളിഫ്ലവർ. ഇത് കോളിഫ്ലവർ ആട്ടോ. എനിക്കിവിടെ ഇന്നലെ ചെന്നപ്പം വൈറ്റ് കളറിലെ കോളിഫ്ലവർ കിട്ടിയില്ല, പകരം ഓറഞ്ച് കളറാണ് കിട്ടിയത്. അതുകൊണ്ട് ഓറഞ്ച് ഏതെങ്കിലും കളറിലെ കോളിഫ്ലവർ വേണം. ഇവിടെ വയലറ്റ്, ഓറഞ്ച്, വൈറ്റ്, അങ്ങനെ 3 കളറാണ് കിട്ടുന്നത്. ഇന്നലെ യെല്ലോ കിട്ടി, അപ്പം ഞാൻ യെല്ലോ എടുത്തു. യെല്ലോ കളറിലെ കോളിഫ്ലവർ 100 ഗ്രാം വേണം, 2 സുക്കീനി അരിഞ്ഞത് വേണം, 50 ഗ്രാം പീസ് വേണം. പീസ് ഗ്രീൻ പീസ് എന്ന് പറയുന്നത് ഇപ്പം നാട്ടിലൊക്കെ കിട്ടുന്നത് ഗ്രീൻ പീസ് ഫ്രോസൺ വേകാത്തതാണെന്നുണ്ടെങ്കിൽ ഒന്ന് വേവിച്ചിട്ടെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെന്ത ഫ്രോസൺ പീസ്. പിന്നെ സാധാരണ വൈറ്റ് പീസ് വേണം, 2 തക്കാളിക്ക് അരിഞ്ഞത് വേണം, 60 ഗ്രാം സൂക്ക, അല്ലെങ്കിൽ എന്തുവാ അതിന് പറയുന്നത് തന്നെ, പംകിൻ അരിഞ്ഞത്, മത്തങ്ങ അരിഞ്ഞത്. അതാണ് എനിക്ക് കളർ കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് വേണം, വെള്ളം വേണം. വെള്ളം ആവശ്യത്തിന് നികത്തി ഒഴിച്ചു കൊടുക്കണം. ഒലിവ് ഓയിൽ വേണം, കുരുമുളക് പൊടി വേണം. പിന്നെ 2 ടേസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടറായ 2 ലീഫ് വേണം. അതായത് ബേസിൽ ലീവ്സും സേജ് ലീഫും. ഇത് രണ്ടും എനിക്ക് എൻ്റെ യാർഡിൽ ഞാൻ പറിച്ചതാണ്. അത് ഫ്രഷ് ആയിട്ട് തന്നെ അതിൻ്റെ അകത്ത് ഇടും. ഈ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പാണ്. അപ്പം നിങ്ങൾ ഇതെല്ലാം അവിടെ കാണുമ്പോൾ ഓർക്കുന്നുണ്ടാവും, ഇതെല്ലാം ഇവിടെ അരിഞ്ഞെടുക്കാൻ എന്തൊരു പാടാണ്, എന്ത് സമയം വേണം ഒരു സൂപ്പ് ഉണ്ടാക്കുന്നത്. വേണ്ട, അതിനും പരിഹാരമുണ്ട്. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ഓൾമോസ്റ്റ് 12 ടൈപ്പിൽ വെജി എല്ലാം ഇവിടെ അരിഞ്ഞ് വെച്ച ഫ്രോസൺ ചെയ്ത ഇതുപോലത്തെ പാക്കറ്റിൽ മേടിക്കാൻ കിട്ടും. അപ്പം അത് മേടിച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് നമുക്കിതുപോലെ അരിഞ്ഞെടുക്കാനുള്ള സമയമൊന്നും വേണ്ട. ഇപ്പം ഞാൻ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടില്ല, അരിഞ്ഞ് വെച്ച് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതിന് സമയമില്ലാത്തവർക്ക് ഇതുപോലെ സാലറിയിലൊന്ന് വഴറ്റിയിട്ട് ഈ മേടിച്ച് വെച്ചേക്കുന്ന ഈ മിനസ്ട്രോണയുടെ പാക്കറ്റ് ആവശ്യത്തിന് പൊട്ടിച്ചിട്ട് പെട്ടെന്ന് സൂപ്പ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അഡീഷണലായിട്ട് നമ്മൾ പെപ്പറും ഓയിലും സോൾട്ടും വെള്ളവും അതും ചേർത്താൽ മതി. എന്തുവാ ഈ ഇല, അതായത് ഇത് മണവും ടേസ്റ്റും കിട്ടാനായിട്ട് നല്ലതാണ്. ഈ 2 ഇല, ബേസിൽ ലീവ്സും സേജ് ലീവ്സും, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ സാധനങ്ങളെല്ലാം കൂടെ വെച്ച് സൂപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഈ പാന് ഒന്ന് ചെറുതായിട്ട് ചൂടാകട്ടെ. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സെലറി ആഡ് ചെയ്യാം. സെലറി ആദ്യം ആ ഓയിലൊന്ന് ഫ്രൈ ആകട്ടെ. സെലറി ഒരുമാതിരി ഒന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി, സാലറി ഓൾറെഡി അത് കടിക്കാൻ വേണം, അതാണ് അതിന് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതൊന്ന് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ആഡ് ചെയ്യാം. കാരണം ഈ പൊട്ടറ്റോയ്ക്ക് ഒരിച്ചിരി വേവുണ്ട്, അതുകൊണ്ട് തന്നെ പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. പൊട്ടറ്റോ ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയൂടെ ആഡ് ചെയ്യാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സുക്കീനി ഇട്ട് കൊടുക്കാം. സുക്കീനി ഒന്ന് നന്നായിട്ടൊന്ന് ഇതാകട്ടെ, ഇതിനോടൊപ്പം ഇത് യോജിക്കട്ടെ. ഈ വെജിൻ്റെ കൂടെ ഇച്ചിരി സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കുരുമുളക് പൊടി കൂടി ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളകൊക്കെ അവരവരുടെ ഇഷ്ടത്തിനായിട്ട് കൊടുക്കുന്നത്, അവരവരുടെ ടേസ്റ്റിനനുസരിച്ച്. എനിക്ക് പക്ഷേ സൂപ്പ് ഒത്തിരി അങ്ങ് ഇതായിട്ടിരിക്കുന്നത് ഇഷ്ടമല്ല മിനസ്ട്രോണെ, കാരണം എനിക്ക് ഇച്ചിരി സ്പൈസൊക്കെ ഉള്ളതാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി ഏറെ കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കും. മിനസ്ട്രോണയ്ക്ക് ഒത്തിരി അങ്ങനെ ഇടാറില്ല ഇവർ. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് ഈ വെജിറ്റബിൾ എല്ലാം പൊങ്ങി, വെജിറ്റബിളിൻ്റെ മുകളിൽ ഒരു സ്പൂൺ, ഒരു വിരലിൻ്റെ മുകളിൽ ഇച്ചിരി വെള്ളം ഇരിക്കത്തക്ക വരുത്തി ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇത്രയും വെള്ളം വേണം. ഇതിൻ്റെ പുറത്തേക്ക് ടേസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടറായ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 ഇലയും ആ ഇല 2 ഇട്ടേക്കാം. ഈ ഇല നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് ഇതെടുത്തങ്ങ് മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഞാൻ മാറ്റും സാധാരണ. ഇത് 10 മിനിറ്റ്സ് വേകട്ടെ. ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് അടച്ച് വെക്കത്തില്ല, കാരണം ഇത് തുറന്നിരുന്ന് തന്നെ വേകണം. അന്നേരം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വല്ലപ്പോഴും ഒന്നൊന്ന് ഇളക്കി കൊടുക്കണം. 10 മിനിറ്റിനകം ഇടയ്ക്ക് 2-3 വട്ടം, കാരണം ഇതിൻ്റെ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇളക്കാൻ പറയുന്നത്. ഓക്കെ, 10 മിനിറ്റ് ഇനി ഇരുന്ന് വേകട്ടെ. ഇപ്പം 10 മിനിറ്റ് ഓൾമോസ്റ്റ് ഏകദേശം കഴിഞ്ഞു. ആദ്യത്തെ വലിയ വേവുള്ള പച്ചക്കറിയൊക്കെ എല്ലാം ഒന്ന് വെന്തു. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വെള്ള പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം, കാരണം വേറെ നമ്മളിനി വലിയ വേവില്ലാത്ത പച്ചക്കറി ഇനിയും ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഇത്രയും വെള്ളം ഒഴിച്ചു, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു, കാരണം ആ പച്ചക്കറി എല്ലാം ഒന്നുകൂടെ ഒന്ന് വേഗണ്ടേ. അതിന് വേണ്ടിയിട്ട് ഇനി തീയോട് കൂട്ടി വെക്കാം. ഇതിലേക്ക് ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഫ്രോസൺ ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പം ആഡ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫ്രോസൺ പീസ് അല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ ആഡ് ചെയ്തോണം. ആദ്യത്തെ ഇപ്പം നമ്മൾ അവിയലൊക്കെ ഉണ്ടാക്കുമ്പം വേവുള്ള പച്ചക്കറി ആദ്യം വേവിക്കുന്നത് പോലെ അതിൻ്റെ കൂടി ഇട്ടോണം. ഇതിപ്പോൾ ഇത് ഫ്രോസൺ ആയതുകൊണ്ട് ഓൾറെഡി വെന്തതാണ്, അതുകൊണ്ട് എനിക്കിപ്പോൾ ഇട്ടാൽ മതി. ഇതിൻ്റെ അകത്തേക്ക് ഒരു ചെറിയ തിള വന്നു. ഇതിലേക്ക് നമുക്ക് മത്തങ്ങ ഇട്ട് കൊടുക്കാം. ഇവിടെ കിട്ടുന്ന പംകിൻ എനിക്ക് ഇച്ചിരി വേവുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി അടുത്ത ഇതിനി ഒരു തിള വന്നു കഴിയുമ്പം തക്കാളിക്ക് ഇട്ട് കൊടുക്കുന്നു. അതാണ് ഫൈനൽ ഇടുന്നത്. പിന്നെ കുറച്ച് ഒലിവ് ഓയിലും ആഡ് ചെയ്യുന്നു, ഇച്ചിരി ചീസൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ അടുത്ത 12 മിനിറ്റ് 10 മിനിറ്റോളം 10 മിനിറ്റ് മിനിമം അടുത്ത് വെക്കണം. അതായത് 25 മിനിറ്റ് വേണം ഇത് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇതൊരു തിളയാകട്ടെ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗ്രേറ്റഡ് ചീസ് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലല്ല, ഇത് വേണ്ടവരിട്ടാൽ മതി, പക്ഷേ എനിക്കതിരുന്നതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇട്ടത്. നല്ല തിള വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സ്വല്പം ഗ്രേറ്റഡ് ചീസ് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലല്ല, വേണ്ടവർ മാത്രം ഇട്ടാൽ മതി. എനിക്കിഷ്ടമാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇച്ചിരി വരുന്നത്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിക്ക ലാസ്റ്റാണ് തക്കാളിക്ക ഇടുന്നത്. ഇപ്പം എല്ലാ സാധനങ്ങളും ഇട്ടു. ഇത് തിളയ്ക്കുന്ന കാണുമ്പോൾ നമ്മുടെ നാടൻ സാമ്പാർ തിളയ്ക്കുന്ന പോലെ തോന്നും, പക്ഷെ സാമ്പാറല്ല, സാമ്പാർ പൊടിയില്ല. ഇച്ചിരി കുരുമുളക് പൊടി ഇച്ചിരി ഇട്ട് കൊടുക്കാം. ഒലിവ് ഓയിൽ, മിനസ്ട്രോണെ ഇറ്റാലിയൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിന് 25 മിനിറ്റ് എടുത്തുള്ളൂ ഉണ്ടാക്കാനായിട്ട്. നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
മിനസ്ട്രോണെ ഇറ്റാലിയൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് 12 വെജിറ്റബിളോളം ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ വിറ്റമിൻസും ഓൾമോസ്റ്റ് കാണും. അതുകൊണ്ട് വിറ്റമിൻസിൻ്റെ കാര്യത്തിൽ റിച്ചാണ് ഈ സൂപ്പ്. ഈ സൂപ്പ് ഡിന്നറിന് ഒത്തിരി നല്ലതാണ്. ഹെവി അല്ല, ഒത്തിരി നല്ലൊരു സൂപ്പാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുതേ. എൻ്റെ ന്യൂ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. എൻ്റെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഇനി അടുത്ത ഒരു പുതിയ വെറൈറ്റി ഡിഷുമായി വരുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.